Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് ആണ് സാബുദാന വട. സാബുദാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാബുനരി അല്ലെങ്കിൽ ചവ്വരി. അപ്പോൾ അത് സോക്ക് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ സ്നാക്ക് ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻസ് ഉടനെ കിട്ടും. അപ്പോൾ അതും കൂടി ചെയ്യുക. നമുക്ക് പോയിട്ട് സാബുദാന വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു കപ്പ് സാബുനരി അല്ലെങ്കിൽ സാബുദാന ഇത് സോക്ക് ചെയ്യണം. അപ്പം അതിനായിട്ട് ആദ്യം നമുക്കിതൊരു 3-4 തവണ നന്നായിട്ട് കഴുകണം. ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകി കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് സോക്ക് ചെയ്യണം. സോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ പാടില്ല. ഇതിലേക്ക് ഏകദേശം നമ്മുടെ സാബുദാനേക്കാളും 1 ഇഞ്ച് അധികം വെള്ളം ഒഴിച്ചാൽ മതി. അത്രയും വെച്ചിട്ട് നമുക്കിതിനെ ഒരു 2 to 3 hours സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു. നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തു. പിന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെ ഞെക്കിയ ഇങ്ങനെ ഉടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് സോക്കായി കഴിഞ്ഞു എന്നാണ്. എങ്കിലും ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്യണം. നമ്മുടെ സാബുനരി വെള്ളം വരാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 4 ഉരുളക്കിഴങ്ങ് അത് വേവിച്ച് തോല് കളഞ്ഞു. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് ആദ്യം തന്നെ മാഷ് ചെയ്തെടുക്കണം. കുറച്ചായിട്ടാണ് മാഷ് ചെയ്യുന്നത്. മാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഇളം ചൂടോടെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നമ്മൾ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന സാബുദാന ചേർത്തു. അതിലേക്ക് ഒരു 1/2 കപ്പ് പീനട്ട് പൊടിച്ചത്. പീനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നോ അല്ലെങ്കിൽ വല്ല അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. അത് ചേർത്തു. പിന്നെ നമ്മൾ ഒരു ടീസ്പൂണോളം ജീരകത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെ. ജീരകം ചിലർക്ക് ഇഷ്ടാവില്ലല്ലോ. ഇതൊരു നമ്മളെ കേരളത്തിൽ അത്ര നമ്മളെ സ്നാക്സിൽ അങ്ങനെ കോമൺ ആയിട്ട് ഇടില്ലല്ലോ ജീരകം. അപ്പം അത് വേണ്ടെങ്കിൽ ഇടണ്ട. പിന്നെ ഒരു 4 പച്ചമുളക് ഇതൊക്കെ എന്തായാലും ഇടണം കേട്ടോ. ഒരു പിടി മല്ലിയില. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഒരു 3/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. നമുക്ക് കുഴച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. അപ്പം ഇതിനെ നന്നായി കുഴയ്ക്കുക. നമ്മളിങ്ങനെ കുഴക്കണമെന്ന് വെച്ചിട്ട് ഈ സാബുനരിയുടെ അതങ്ങനെ ഉടഞ്ഞു പോകുമൊന്നുമില്ല. നമ്മൾ പിടിച്ചിങ്ങനെ വിരലിൽ ഞെക്കുമ്പം ഒന്ന് ഉടഞ്ഞെങ്കിലും അതിനൊന്നും പറ്റില്ല. നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ കുഴയ്ക്കാം. ഇതിൽ എന്താ പറയുക, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. കാരണം ആ ഉരുളക്കിഴങ്ങിൻ്റെയും സാബുനരിയുടെയും ഒക്കെ പശിമയുണ്ട് തന്നെ അത് ഒട്ടി നിൽക്കും. അപ്പം നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് വെറുതെ അതിൽ പിന്നെ ലൂസായ ആകെ ബുദ്ധിമുട്ടാവും. പിന്നെ അത് ആ ഷേപ്പിലൊന്നും കിട്ടില്ല. മാത്രമല്ല വെള്ളം അധികമായ പിന്നെ എണ്ണയിലിടുമ്പോൾ പിന്നെ അതിൻ്റെ പൊട്ടിത്തെറിയും അതൊക്കെ ഒരു പ്രശ്നമാവും. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പുണ്ടോയെന്ന്. ഉപ്പൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ആ 1/4 ടീസ്പൂൺ ബാക്കിയിട്ടായിരുന്നും കൂടി ഇടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് സ്വതവേ തന്നെ കുറച്ച് ഉപ്പ് കൂടുതലുണ്ട്. നമ്മുടെ ഈ വറുത്ത സ്നാക്സൊക്കെ ഉപ്പുണ്ടെങ്കിലല്ലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. നമ്മുടെ മാവ് ഇവിടെ റെഡി. ഒരു പാത്രം ഇവിടെ വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാവിനെ ഉരുട്ടിയെടുക്കാം. ഇതിനെ ഉരുട്ടാനായിട്ടുണ്ടല്ലോ ഒരു തരി എണ്ണ എടുക്കാം. എന്നിട്ട് അതൊന്ന് കയ്യിലൊന്ന് തടവി കൊടുത്തിട്ട് ഏകദേശം ഒരു ചപ്പാത്തിയുടെയൊക്കെ സൈസുള്ള ഒരു ബോളാക്കി ഉരുട്ടുക. ഇങ്ങനെ പരത്താം. ഇത് ഷാലോ ഫ്രൈയും ചെയ്യാം, ഡീപ്പ് ഫ്രൈയും ചെയ്യാം. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞ കാരണം ഷാലോ ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഡീപ്പ് ഫ്രൈ ആണ് ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം കാണിക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഈ ഷേപ്പിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പാറ്റീസ് പോലെ പരത്തുകയാണല്ലോ ചെയ്തത്. ഇത് ഒട്ടി തുടങ്ങിയുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ പാറ്റീസ് ആക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ഉണ്ടയാക്കിയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വറക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. ഇതിനെടുത്ത് മാറ്റാം. നമുക്ക് നമ്മുടെ വടകൾ ഓരോന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തീ എണ്ണ നല്ല ചൂടിലാണ് ഉള്ളത്. വട ഇട്ട ഉടനെ നമുക്കതൊരു മീഡിയം ഹീറ്റിലേക്ക് കുറയ്ക്കണം. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ അത് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ കുറച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ഇട്ട് അതിനെ ഇളക്കരുത്, അത് പൊട്ടിപ്പോവും. ഒന്ന് വെന്തുന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ചിടാം. ഓരോ മിനിറ്റ് ഓരോ സൈഡ് വെന്താൽ മതിയാവും. കാരണം ഒക്കെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ റെഡിയാവും. ഓരോരോ മിനിറ്റ് മതിയാവും. ഒരു 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ സാബുദാന വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സാബുദാനയുടെ ബോൾസ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ബോൾസ് ഇടുമ്പം എണ്ണം കൂടുതൽ ഇടാൻ പറ്റും, അധികം സ്പേസ് ഉണ്ടാവും അതിൽ. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോന്നിൻ്റെ സ്വാദിന് രണ്ടിനും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു 2 എണ്ണം ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് തീരുമാനിച്ചാൽ മതി. ഇതിനും അതുപോലെ തന്നെ. ഇതിന് പക്ഷെ പാറ്റിയെ പോലെ അങ്ങനെ വെറുതെ കുറച്ച് നേരം വെക്കാൻ പറ്റില്ല. എല്ലാ സൈഡും ഒന്ന് തിരിച്ചു കൊടുക്കണം, എന്നിട്ട് ഈവണായിട്ട് വേവാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സാബുദാന വടയും സാബുദാന ബോൾസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.